ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ പ്ലേറ്റുകളും കമഴ്ന്ന് കിടക്കുകയാണ്. എന്നാൽ ചെറിയ റൗണ്ട് പ്ലേറ്റിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ പ്ലേറ്റുകളും താനെ മലർന്നു വരുന്നു. എന്താണ് ഇതിൻ്റെ ശാസ്ത്രം? നമ്മുടെ മുന്നിലുള്ള വസ്തുക്കൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് 2 കണ്ണുകൊണ്ടാണ്. അത് കാരണം തന്നെ നമുക്ക് അതിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഒരു ബോൾ അടിക്കുന്ന സമയത്ത്, ക്രിക്കറ്റ് ബോൾ നമ്മൾ ചാടി പിടിക്കുന്നത് 2 കണ്ണുകൊണ്ട് നോക്കിയിട്ട് അതിലെ ദൂരം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ്. എന്നാൽ ഒരു കണ്ണ് മാത്രമുള്ള ഒരാൾക്ക് അതുപോലെ ബോൾ ചാടി പിടിക്കുവാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഞാനൊരു വിരൽ ഇങ്ങനെ നീട്ടി പിടിക്കുകയാണെങ്കിൽ മറ്റേ വിരൽ ഉപയോഗിച്ച് എനിക്ക് കൃത്യമായിട്ട് വേഗം തൊടുവാൻ സാധിക്കും. എന്നാൽ ഞാൻ ഒരു കണ്ണടച്ചിട്ടാണ് ചെയ്യുകയെങ്കിൽ ചിലപ്പോൾ വിരൽ പോകുന്നത് ഇവിടെയായിരിക്കും. കാരണം എന്താണ്? ഞാൻ ഒറ്റ കണ്ണുകൊണ്ട് മാത്രമാണ് നോക്കുന്നത്. വിരൽ ഇവിടെ ആയാലും എല്ലാം ഒരുപോലെ തന്നെയാണ് എനിക്ക്. എന്നാൽ നമ്മൾ ഫോട്ടോയിലാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണുകൊണ്ട് നോക്കുന്ന പോലെയാണ്. ദൂരം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുവാൻ സാധിക്കില്ല. ഇനി ഫോട്ടോയിൽ നിന്ന് നമുക്ക് ദൂരം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഷാഡോ സഹായിക്കും. ഉദാഹരണത്തിന് ഞാൻ വിരൽ ഇവിടെ തൊടുന്ന സമയത്ത് എൻ്റെ ഈ കൈപ്പത്തിക്ക് ചുറ്റും ചെറിയൊരു ഷാഡോ ഉണ്ട്. ഈ ഷാഡോ കാരണം ഈ വിരൽ ഇവിടെ തൊട്ടിരിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാവും. എന്നാൽ ഈ വിരൽ ഉയർത്തുകയാണെങ്കിൽ, ഷാഡോ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്താണ് പെർസ്പെക്റ്റീവ് നമ്മളെ സഹായിക്കുന്നത്. ഇതുപോലെ ഞാൻ കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റൊരു കൈയും ഉണ്ട്. ഈ 2 കൈയും കൃത്യം ഒരേ വലിപ്പം തന്നെ ആയതിന് ഈ കൈ ഇരിക്കുന്ന ദൂരത്തിൽ തന്നെയാണ് ഈ കൈ എന്ന് മനസ്സിലാവും. എന്നാൽ ഞാൻ ഒരു കൈ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ കൈ വലുതായിട്ടായിരിക്കും കാണുക, ഇത് ചെറുതായിട്ട്. ഇതിനെ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയും. ഈ വ്യൂവിൽ നമുക്ക് ഏകദേശ ദൂരം മനസ്സിലാവും. ഈ കൈ അടുത്താണ്, ഇത് ദൂരെയാണ് എന്ന് മനസ്സിലാവും. ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായിട്ട് നേരെ മുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ക്യാമറ അല്പം താഴ്ത്തി സൈഡിൽ നിന്നുള്ള ഫോട്ടോ ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഏതാണ് പൊങ്ങിയ ഭാഗം ഏതാണ് താണ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റില്ല. പിന്നെ ആകെയുള്ളൊരു സാധ്യത നിഴലാണ്. പക്ഷേ ലൈറ്റ് എവിടെയാണെന്നറിയണം. ലൈറ്റ് താഴെ ഇടതുഭാഗത്താണ് എങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് കുഴിഞ്ഞ പ്ലേറ്റാണ്. എന്നാൽ ലൈറ്റ് ഉള്ളത് വലതുഭാഗത്ത് മുകളിലാണ് എന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ ഇത് പൊങ്ങിയ പ്ലേറ്റാണ്, നടുഭാഗം പൊങ്ങിയ പ്ലേറ്റ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഈ പ്ലേറ്റുകളെല്ലാം ഏകദേശം ഒരേ ഹൈറ്റുള്ള പ്ലേറ്റുകളാണ്. എന്നാൽ ഈ 3 ചെറിയ റൗണ്ട് പ്ലേറ്റുകൾ അതല്പം കുഴി കൂടിയ പ്ലേറ്റാണ്. അത് കാരണമാണ് അവിടെ ഷാഡോ കമ്പയർ ചെയ്തിട്ട് നമുക്ക് നടു കുഴിഞ്ഞ പ്ലേറ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പിക്ചറിലേക്ക് നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് ഈ വലിയ പ്ലേറ്റുകളിലേക്കാണ്. അത് സ്വാഭാവികമായിട്ടും നടുഭാഗം പൊങ്ങിയ പ്ലേറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാരണം അതിലുള്ള ഷാഡോ എല്ലാം ഏകദേശം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ 3 ചെറിയ റൗണ്ട് പ്ലേറ്റുകൾ അല്പം ഉയരം കൂടിയതാണ്. ഇതിൻ്റെ ഔട്ടർ എഡ്ജ് തള്ളി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുഴിഞ്ഞ പ്ലേറ്റുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ നടു കുഴിഞ്ഞ പ്ലേറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റെല്ലാ പ്ലേറ്റുകളും നടു കുഴിഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.